Hello everyone, welcome to Brilliant EduTech, the best solution ever. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് റിസർച്ച് അസിസ്റ്റന്റ് മൈക്രോബയോളജി എന്ന് പറയുന്ന പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ്. നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യുക. അപ്പോഴാണ് അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വൈകാതെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ റിസർച്ച് അസിസ്റ്റന്റ് മൈക്രോബയോളജി ആയുർവേദ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു പോസ്റ്റാണ്. കാറ്റഗറി നമ്പർ 12 2025 അപ്പൊ അതിപ്പോ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ള ഒരു എക്സാം തന്നെയാണ്. ജൂൺ മാസം 4 തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതുമാണ്. അപ്പൊ അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ട് അതനുസരിച്ച് ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ മറക്കാതെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. സോ ബേസിക് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിലബസ് ഉണ്ട്. മൈക്രോബയോളജി ബേസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു എക്സാം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബേസിക് മൈക്രോബയോളജി പോർഷൻസ് ആദ്യമേ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജൂൺ 1 മുതൽ 10 വരെ ബേസിക് മൈക്രോബയോളജി പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജൂൺ 11 മുതൽ 20 വരെ ടെക്നിക്സ് ഇൻ മൈക്രോബയോളജി, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ജൂൺ 21 മുതൽ 30 വരെ മൈക്രോബിയൽ ജനറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ശേഷം നമ്മൾ റിവൈസ് ചെയ്യാണ്. ഈ പഠിച്ച 3 പോർഷൻസും 3 ടോപ്പിക്സും മെയിൻ ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്യാനും അത് റിവൈസ് ചെയ്യാനുള്ള ടൈം പീരീഡ് ആണ് ജൂലൈ 1 മുതൽ 15 വരെ. ജൂലൈ 16 മുതൽ 31 വരെ ബാക്ടീരിയൽ ഫിസിയോളജി ആൻഡ് മെറ്റബോളിസം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ഓഗസ്റ്റ് 1 മുതൽ 15 വരെ മെഡിക്കൽ മൈക്രോബയോളജി. ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ടോപ്പിക്കാണ് മെഡിക്കൽ മൈക്രോബയോളജി. ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഓഗസ്റ്റ് 16 മുതൽ 31 വരെ ഇമ്മ്യൂണോളജി പോർഷൻസ് ആണ്. ദെൻ എഗെയിൻ നമ്മൾ റിവിഷൻ ഫേസ് 2 പ്രവേശിക്കുകയാണ്. അപ്പൊ 2025 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ അടുത്ത വർഷമാണ് ഈ ഒരു എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു ടൈം പീരീഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും പഠിക്കാനായിട്ട് പോകുന്നതും ഷുവർ ടോപ്പിക്സ് ആണ്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് നടന്നു വന്നിട്ടുള്ള വിവിധ കേരള PSCയുടെ സയൻസ് ബേസ്ഡ് എക്സാംസിൽ ടോപ്പ് റാങ്കേഴ്സ് ഉൾപ്പെടെ ഫസ്റ്റ് റാങ്കേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് റിസർച്ച് അസിസ്റ്റന്റ് മൈക്രോബയോളജിയുടെ പുതിയൊരു കോഴ്സ് നമ്മൾ ആരംഭിക്കാനായിട്ട് പോകുന്നത്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ, കോംപ്രിഹെൻസീവ് നോട്ട്സ്, ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ് ആൻഡ് എക്സ്പ്ലനേഷൻ, ക്യുസുകൾ, ഡൗട്ട് ക്ലിയറൻസ്, ഫ്ലാഷ് കാർഡ്സ് എന്നിങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് കോഴ്സ് ആയിരിക്കും റിസർച്ച് അസിസ്റ്റന്റ് മൈക്രോബയോളജിയുടേത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഡിഫറെന്റ് പ്ലാൻസും അവൈലബിൾ ആണ്. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച്, നിങ്ങളുടെ നീഡ് അനുസരിച്ചുള്ള പ്ലാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. 9995264596. അപ്പൊ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് എല്ലാവരും തന്നെ മറക്കാതെ കോഴ്സിൽ ജോയിൻ ചെയ്ത് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. കേരള PSCയുടെ അപ്ഡേറ്റ്സിനായിട്ട്, പ്രത്യേകിച്ച് സയൻസ് ബേസ്ഡ് കേരള PSC എക്സാം അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും കൂടുതൽ ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലും വാട്സ്ആപ്പ് ചാനലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഫർദർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അവിടെയും ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു എക്സാമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ടോപ്പിക് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അടുത്തൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ വീഡിയോയിൽ കാണാനായിട്ട് ശ്രദ്ധിക്കാം. എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്